ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമസ്കാരം. ലഹരി എന്ന മഹാവിപത്ത് ഈ ഒരു സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ ഒരു അവസരത്തിൽ ലഹരിക്കെതിരെ വലിയ ഒരു ബോധവൽക്കരണവുമായി ഷാഹിദ് പുത്തനത്താണിയുടെ നേതൃത്വത്തിൽ വേര് എന്ന ഒരു വെബ് സീരീസുമായി 15ഓളം യഥാർത്ഥമായ ജീവിത കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വേര് ടീം ഉള്ളത്. ഒരുപാട് കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു വലിയ ബോധവൽക്കരണവുമായി ഇന്നത്തെ കാലഘട്ടത്തിനൊപ്പം ഈ ഒരു കലാകാരന്മാർ സഞ്ചരിക്കുന്നത്. വേര് എന്ന ഷോർട്ട് ഫിലിം സമൂഹത്തിന് നൽകുന്നത് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ സന്ദേശം തന്നെയാണ്. MDMA ഉപയോഗത്തിലൂടെ 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയെയും എല്ലാ സ്വപ്നങ്ങളും മറന്ന് കുടുംബത്തിനായി ചെലവഴിച്ച അച്ഛനെയും ഒരു മടിയുമില്ലാതെ കൊന്നുതള്ളുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നവർക്ക് ബോധവൽക്കരണം നൽകുന്നതാണ് വേര് വെബ് സീരീസ്. നവാഗതനായ റഫീഖ് നാദാപുരം കഥയും തിരക്കഥയും എഴുതി സോഷ്യൽ മീഡിയയിലെ ഒരു പിടി കലാകാരന്മാരെയും അണിനിരത്തി 15 എപ്പിസോഡുകളായാണ് വേര് വെബ് സീരീസ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മളോടൊപ്പം വേര് വെബ് സീരീസിന്റെ അണിയറ പ്രവർത്തകർ ചേരുകയാണ്. സംവിധായകൻ ഷാഹിദ് പുത്തനത്താണി കൂടെയുണ്ട്. എന്തായാലും ഈ ഒരു സമൂഹത്തിന്റെ പോക്ക് വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ്. ലഹരി സമൂഹത്തെ കാർന്നു തിന്നുകയാണല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ആശയം തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഇത് റഫീഖ് നാദാപുരം എന്ന് നമ്മുടെ സുഹൃത്തുണ്ട്, ഖത്തറിലാണ്. അവനാണ് ഇതിൻ്റെ കഥയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അവനാണ് ഇങ്ങനെ കഥയിട്ട് ആദ്യം വന്നത്. പിന്നീടാണ് ഇവൻ്റെ 1-2 ന്യൂസുകൾ കാണാനിടയായത്. പിന്നീട് ഇവൻക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഇവനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തിപ്പെട്ടത്. ഇത് നമ്മൾ കേരളത്തിലുണ്ടായിരുന്ന 15ഓളം കൊലപാതകങ്ങൾ, അതിന് ബന്ധപ്പെട്ടുണ്ടാവുന്ന 15 എപ്പിസോഡ്, അതാണ് ഇതിൻ്റെ ഒരു കഥ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ലഹരിക്കെതിരെ കലാകാരന്മാരെല്ലാവരും വിവിധങ്ങളായ മേഖലകളിലൂടെ ഒരുപാട് ബോധവൽക്കരണം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം എല്ലാവരും ഉള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു വെബ് സീരീസിന്റെ പ്രമേയം? നമ്മൾ ലഹരിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഏകദേശം എത്ര എപ്പിസോഡുകളിലായിട്ടാണ് ഈ ഒരു വെബ് സീരീസ് ടെലികാസ്റ്റ് ചെയ്യുന്നത്? 15 എപ്പിസോഡും വരുന്നുണ്ട്. ഇത് 15 കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കഥകളാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് അടുത്തുണ്ടായിരുന്ന ഒരുപാട് കൊലപാതകങ്ങളുണ്ട്. അതാണ് ഓരോ എപ്പിസോഡും കാണിക്കുന്നത്. ടോട്ടൽ ഒരു 3.5 മണിക്കൂറോളം വരുന്ന, അത് ഖത്തറും നാട്ടിലും കൂടിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 1.5 മണിക്കൂറോളം ഖത്തറിലാണ് പോകുന്നത്. ബാക്കി നമ്മുടെ നാട്ടിലാണ് ചിത്രീകരിച്ചത്. മലപ്പുറം, മഞ്ചേരി, പാണ്ടിക്കാട് ഈ ഭാഗത്ത്, പിന്നെ മണ്ണാർക്കാടും ഒരു ഭാഗമായി വരുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട്. നാട്ടിൽ അധികം ആൾക്കാരും പുതുമുഖങ്ങളാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ലഹരി ഉപയോഗത്തിന്റെ തീവ്രത എത്രമാത്രം ഒരു കുടുംബത്തിനെയും വ്യക്തിയെയും സമൂഹത്തിനെയും ബാധിക്കുമെന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ് വേര്. ഖത്തറിലും നാട്ടിലുമായി നിരവധി ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും വെബ് സീരീസുകളും കാഴ്ചക്കാർക്ക് സമ്മാനിച്ച ഷാഹിദ് പുത്തനത്താണിയാണ് സംവിധായകൻ. ലഹരി മൂലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിച്ച കൊലപാതകങ്ങളും മറ്റുമാണ് വേര് വെബ് സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. നമ്മളോടൊപ്പം ഈ ഒരു വെബ് സീരീസിൽ മികച്ച ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള നിസാം വളാഞ്ചേരി ചേരുകയാണ്. യഥാർത്ഥമായ ഒരു സംഭവത്തെക്കുറിച്ചാണല്ലോ വേര് എന്ന ഈ ഒരു വെബ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം കഥകൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്? ഞാനിതിലേക്ക് എത്തിപ്പെട്ടുള്ളത്, ഞാൻ ചാനലിലൂടെ എൻ്റെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. അതിനുശേഷം ഈ ഡയറക്ടർ ഷാഹിദ് പുത്രതാണ് എന്നെ കോൺടാക്ട് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ഇതിൽ എത്തിപ്പെടുന്നത്. എൻ്റെ ജീവിത കുറേ അനുഭവങ്ങൾ കൂടി ഈ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ സംസാരത്തിനിടയിൽ പറഞ്ഞു നിങ്ങളുടെ പല അനുഭവങ്ങളും മീഡിയാസിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ പറയുന്ന ഒരു സമയത്ത്, ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എങ്ങനെയാണ് ജീവിതം പോകുന്നത്? ഇപ്പോൾ ജീവിതം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകണം. പണ്ട് ഇത് ഉപയോഗിച്ച് നടന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഇതിൽ ഞാൻ അകപ്പെട്ട് ഞാനിത് ഉപയോഗിച്ച് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും നേരിട്ട്, ഇതിൻ്റെ ഈ സാധനം ലഹരി MDMA സാധനം ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് എൻ്റെ ജീവിതം നശിച്ചു പോയൊരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ റെഡിയായിട്ട് പിന്തിരിഞ്ഞ് വന്ന ഒരാളാണ്. അതും കഴിഞ്ഞ് എൻ്റെ ജീവിത കഥയൊക്കെ ഞാൻ ലോകം മൊത്തം പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇതിൽ എത്തിപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോവാണ്. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളില്ലാതെ ഓക്കെ ആയി പോവാണ്. നമ്മൾ ഇത്തരം ലഹരി ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞ് പിന്നീട് അതിൽ നിന്നെല്ലാം മാറി മറ്റൊരു രീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് താങ്കളെ ഈ ഒരു സമൂഹം വിലയിരുത്തുന്നത്? ഇപ്പോൾ പലരും പല രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ ആളുകൾ നിർത്തണം എന്ന് ഉള്ളിൽ ആഗ്രഹമുള്ളവർ ഒരുപാട് വീട്ടിൽ ഉമ്മമാർ പെങ്ങന്മാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് നിർത്തണം എന്ന് പറഞ്ഞവർ, എൻ്റെ മോൻ ഇങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ പലരും, അവർക്കൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഇത് ഉപയോഗിച്ച് നടക്കുന്ന ആളുകൾ മാത്രമേ എന്നെ എതിർക്കണുള്ളൂ. അവർ പലതും പറയുന്നുണ്ട്. ബാക്കിയുള്ള സമൂഹമായാലും ആളുകളായാലും ഉപയോഗിക്കാത്തവരായാലും ഇതിനെ എതിർക്കണേ, ഇതിന് സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ സപ്പോർട്ടും കാര്യങ്ങളായിട്ട് അടിപൊളിയായിട്ട് പോവാണ്. ഒരു കാലത്ത് നമ്മളെ വിമർശിച്ചവരെല്ലാം ഇന്ന് വലിയ പിന്തുണയുമായി നമ്മൾക്കൊപ്പം ചേർന്ന് നിന്ന് സഞ്ചരിക്കുകയാണല്ലോ. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇതിനെതിരെയുള്ള ബോധവൽക്കരണമായി ഇതുപോലുള്ള കലാസൃഷ്ടികളുടെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് വേദികളിൽ പോയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, ബോധവൽക്കരണ ക്ലാസ്. ഓരോ വ്യക്തികൾക്ക് ഓരോ എന്നെ കൊണ്ട് കഴിയുന്ന ക്ലാസ് പോലെ ഞാൻ അവരെ പിന്തിരിപ്പിക്കണം, ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്.
അതുപോലെ ഇപ്പോൾ ഞാൻ ഇതുപോലെ വെബ് സീരീസ് കാര്യങ്ങൾ, ഷോർട്ട് ഫിലിം കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. എൻ്റെ ജീവിതകഥ പോലെ ഓരോ അനുഭവങ്ങളും ഇതുപോലെ കഥകളിലൂടെ കടന്നു പോവുകയാണ്. നമ്മളോടൊപ്പം വേറെ വെബ് സീരീസിലെ താരങ്ങൾ കൂടെ ചേരുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു കലാസൃഷ്ടിയുടെ ഭാഗമാകുന്നു. ഒരുപാട് വർക്കുകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു സംവിധായകൻ കൂടിയാണ് ഷാഹിദ് പുത്തനത്താണി. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ വേറെ എന്ന വെബ് സീരീസിലേക്ക് എത്തിപ്പെടുന്നത്? ഷാഹിദ് നമ്മളൊരു സുഹൃത്താണ്, കുറേ കാലമായിട്ട് 5-6 വർഷത്തെ സുഹൃത്താണ്. അപ്പോൾ അവൻ വിളിച്ചു, അങ്ങനെ അവൻ്റെ കൂടെ വരാൻ പറ്റി. അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അൽ മുബാറക് പാങ്ങോട്, മഹ്മൂദ് കല്ലിക്കണ്ടി, അൻവർ എരുമപ്പെട്ടി, അസ്ലം സംഭ്രമം, ബാനു സിന്ധു, ഫൈസൽ മട്ടാഞ്ചേരി, മൈമൂട്ടി പള്ളിപ്പുറം, റസിയ പള്ളിപ്പുറം, ലത്തീഫ് കാവന്നൂർ, ഷിഹാബ് വെട്ടിക്കാട്ടിരി എന്നിവരാണ് വേര് വെബ് സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. മെയ് ആദ്യത്തോടെ മാസ് പ്രൊഡക്ഷന്റെ ബാനറിൽ മലബാർ പെട്ടിക്കട യൂട്യൂബ് ചാനലിലൂടെ വേര് നിങ്ങൾക്ക് മുന്നിലേക്കെത്തും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള വേര് വെബ് സീരീസിന് ഒരു പുതിയ അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കാനാകുമെന്നതിൽ സംശയമില്ല. നമ്മളോടൊപ്പം ഈ അടുത്ത് റിലീസാവാൻ പോകുന്ന സക്കീർ മണ്ണാർമല സംവിധാനം ചെയ്തിട്ടുള്ള തെളിവ് സഹിതം എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ച ഒരുപാട് വർക്കുകളുടെ ഭാഗമായ ഇബ്രാഹിം പെരിന്തൽമണ്ണ ചേരുകയാണ്. എന്തായാലും ലഹരിക്കെതിരെ വലിയ ഒരു ബോധവൽക്കരണമായിക്കൊണ്ട് വേരി എന്ന ഈ ഒരു വെബ് സീരീസിലൂടെ ഈ ടീം ജനങ്ങളിലേക്ക് എത്തുകയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു ഷൂട്ടിങ്ങിൽ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് ടെലിസിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ മാസം ലാസ്റ്റിൽ ഇറങ്ങും. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഷാഹിദിൻ്റെ ടെലിസിനിമയിലും ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സീരിയലിലും ഓന് അഭിനയിക്കാൻ വിളിച്ചു, ഞാൻ പോയി അഭിനയിച്ചു. 10-60 ആർട്ടിസ്റ്റുകൾ പുതിയതുണ്ട്. ഖത്തറിലും പകുതി നാട്ടിലും വെച്ചിട്ടാണ് ഷൂട്ട്. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. ഇന്ന് അടുത്തിപ്പോൾ റിലീസും ചെയ്യുകയാണ്. വെബ് സീരീസായിട്ട് 15 എപ്പിസോഡാണ് ഉള്ളത്. ഈ ഒരു വെബ് സീരീസ് 15ഓളം യഥാർത്ഥമായ ജീവിത കഥകളാണല്ലോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഓരോന്നും ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്താണ്? എനിക്കുണ്ടായത് പല ചിത്രീകരണം പല ഇതിലായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. സക്കീർ മണ്ണാർമലിൻ്റെ തെളിവ് സഹിതം അത് വേറൊരു സെക്ഷനായിട്ട്, ഷാഹിദ് പുത്തനത്താണിൻ്റെ വേറെ പല സീരിയലിലും വന്നിട്ടുണ്ട് ഞാൻ ടെലിസിനിമയായിട്ട്. അതിലൊക്കെ ഒന്ന് സ്വർണ്ണവേട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സീരിയലും മറ്റേ ടെലിസിനിമയും ഇറക്കിയിട്ടുണ്ട് ഷാഹിദ് പുത്തനത്താണി. അതിലെല്ലാം എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൽ ഓരോരോ വ്യത്യസ്ത കഥാപാത്രമായിട്ട് എന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട് ഷാഹിദ് പുത്തനത്താണിനോട്. ഈ വേരെന്ന് പറഞ്ഞ വെബ് സീരീസിൽ 15 എപ്പിസോഡാണ്. അതിൽ മുഖ്യഭാഗം ഞാൻ കഥാപാത്രം വേഷം ചെയ്തിട്ടുണ്ട്. ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ റെഡിയായിട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷേ ഇത് എല്ലാവരും കാണണം. എന്താ വെച്ചാൽ അത്രയും നല്ല വെബ് സീരീസാണ്. അതിൻ്റെ അനുസരിച്ച് ചിലവർ ഇതിന് അടിമയായിട്ടില്ല ആൾക്കാരുണ്ട്. പക്ഷേ അതിന് കുറേ ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. എന്നാലും അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒന്നിൽപ്പെട്ട ആളാണ് ഇയാൾ ഇതേമാതിരി അടിമയായി ഇപ്പോൾ രക്ഷപ്പെട്ട് ഇപ്പോൾ ആൾ ഗ്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. എല്ലാവരും രക്ഷപ്പെടണം എന്നില്ലാണ്, ഇതിന് അടിമ ആകരുതെന്നില്ലാണ് എൻ്റെ അഭിപ്രായം. അതേമാതിരി തന്നെ ഈ വെബ് സീരീസ് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇത് നിർത്തണം എന്നില്ല ഒരാഗ്രഹക്കാരനാണ്. ഈ ലഹരി സാധനങ്ങൾ നിർത്തണം എന്നില്ല ഒരാഗ്രഹക്കാരനാണ് ഞാൻ. ഈ ഒരു വർക്കിന്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് താരങ്ങൾ, സോഷ്യൽ മീഡിയ താരങ്ങൾ, സിനിമാ താരങ്ങളുണ്ട്. ഏതൊക്കെ താരങ്ങളാണ്, ആരൊക്കെയാണ് ഈ ഒരു വർക്കിന്റെ ഭാഗമാവുന്നത്? ലത്തീഫ് കുറ്റിപ്പുറം എന്ന് പറഞ്ഞ കലാകാരുണ്ട്. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. മൂപ്പർ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞാൽ സിനിമക്ക് റിവ്യൂ ചെയ്യുന്ന അലിൻ ജോസ് പെരേര ഉണ്ട്. അതുപോലെ ഷിയാബ്, അതുപോലെ ഇവിടെയുള്ള ഒരുപാട് പേരുണ്ട്. ഖത്തറിലുള്ള മുബാറക് പാങ്ങോട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോർട്ട് ഫിലിം വെബ് സീരീസിൽ അഭിനയിച്ച മുബാറക് ഉണ്ട്. മഹ്മൂദ് കല്ലിക്കണ്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സീരിയലിൽ അഭിനയിച്ച മൂപ്പരുണ്ട്. അൻവർ എരുമപ്പെട്ടി എന്ന് പറയും, കുറച്ച് സിനിമയിലൊക്കെ ചെറുതായിട്ട് വശം കാണിച്ചു. കുറേ ആൽബത്തിൽ അഭിനയിച്ച നാടൻപാട്ടിലൊക്കെ ഉണ്ട് അൻവർ എരുമപ്പെട്ടി. അതുണ്ട്. ഒരുപാട് ബാനു എന്ന് പറഞ്ഞാൽ ഒരു 1-2 ആൽബത്തിലൊക്കെ അഭിനയിച്ച ബാനു. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകാരുണ്ട്. അതുപോലെ ബിജു അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഖത്തറിലുള്ള അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മാത ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. പ്രൊഡ്യൂസേഴ്സ് മാസ് പ്രൊഡക്ഷൻസ് പറഞ്ഞ ഒരു ടീമാണ്. 4-5 പേര് കൂടിയിട്ടുള്ള ബിജു കയ്യിൽപ്പെട്ട ബിജു, മുബാറക്, അൻവർ, അതുപോലെ മഹ്മൂദ് കല്ലിക്കണ്ടി, ഇവരൊക്കെ ഇതിൽ പ്രൊഡ്യൂസർ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ നമ്മളെ മട്ടാഞ്ചേരി ഫൈസലുണ്ട്, ഖത്തറിൽ നാട്ടിൽ ഉള്ള അത്യാവശ്യം സിനിമ സീരിയൽ ഒക്കെ അഭിനയിക്കുന്ന അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഇതിലുണ്ട്. 63 പേരോളം പുതുമുഖ ആൾക്കാർ ഇതിലുണ്ട്, ഖത്തറിലും നാട്ടിലും കൂടി ആയിട്ട്. നമ്മുടെ ഓരോ കലാസൃഷ്ടികളും സമൂഹത്തിന് നൽകുന്ന സന്ദേശം വലുതാണല്ലോ. കാരണം തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ് കലാകാരൻ്റെ ഓരോ കലാസൃഷ്ടികളും. എന്താണ് ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇതുപോലുള്ള മയക്കുമരുന്ന്, അതുപോലെ MDM, കഞ്ചാവ് ഇതിലൊന്നും അടിമാവാതിരിക്കുക.
അവനാലെ കാര്യങ്ങൾ നോക്കി കുടുംബം നോക്കി ജീവിച്ച അതുതന്നെ. പിന്നെ പറയാൻ പറ്റിയ ആൾക്കാർ ഇവനൊക്കെയാണ്. ഇവനൊക്കെ ഇതൊക്കെ യൂസ് ചെയ്ത് നിന്ന ആൾക്കാരാണ്. ഞാൻ ഇവനെ പരിചയപ്പെടുമ്പോൾ ഇവനെ കുറേ ഇന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഞാൻ ഇതിന് വരണോ, ഇത് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാ നീ വാ, നീ അത് പറ്റിയ ആൾ നീയാണ്, നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുബാറക്ക് മാങ്ങോടനോടും ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇപ്പം വരണം എന്ന് പറഞ്ഞ് ഇപ്പം ആദ്യം ഒഴിഞ്ഞ് മറിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ ഇത് പറ്റിയ ആളല്ല, ഞാൻ വേണം പറഞ്ഞു തരാം ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ്, അല്ല നീ എന്തിനും ചെറിയ ക്യാരക്ടറായിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവൻ വന്നു. ഇവൻ്റെ കുറേ അനുഭവങ്ങൾ പറഞ്ഞു, കുറേയൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇവൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ മനസ്സിലാവും ഇത് കാണുമ്പോൾ. ഈ വേരി എന്ന വെബ് സീരീസ് അതെല്ലാവരും കാണുക, എല്ലാവരുടെ സപ്പോർട്ട് വേണം. കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇത് എല്ലാവരും ഒന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ഈ ലഹരി എന്ന സംഭവം എല്ലാവരും ഇതിന് തുടച്ചു നീക്കണം, ആരും ഉപയോഗിക്കരുത് എന്നുള്ള ഇതിലേക്ക് ഒരു ഉപദേശം ഇത് കാണിക്കുകയാണ് ഈ വേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഷാഹിദ് പുത്തനത്താണിയുടെ നേതൃത്വത്തിലുള്ള വേരി എന്ന വെബ് സീരീസിന്റെ ടീം വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ലഹരിക്കെതിരെയുള്ള ഈ വലിയ ബോധവൽക്കരണവുമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 15ഓളം എപ്പിസോഡുകളിലായി യഥാർത്ഥമായ ജീവിത കഥകളാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമായിക്കൊണ്ട് ഷാഹിദ് പുത്തനത്താണിയുടെ നേതൃത്വത്തിൽ ഇനിയുള്ള ദിനങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ കലാകാരന്മാരും പങ്കുചേരുകയാണ്. ലഹരിയില്ലാത്ത ഒരു കാലഘട്ടത്തെ തന്നെയാണ് ഈ കലാകാരന്മാർ ഇത്തരം കലാസൃഷ്ടികളിലൂടെ സ്വപ്നം കാണുന്നത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം വേര് ടീമിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.